ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിസു, എന്താ വർത്താനം? എത്തില്ല. എല്ലാവർക്കും ടാറ്റ കൊടുത്താ എന്താ ടാറ്റ കൊടുക്കാത്ത പറ. ചെക്കന് പടിയാവുണ്ട്. അത് കുറച്ചെൻ്റെ തരണ്ട കേട്ടോ, ഇഞ്ചിടന്നോ കേട്ടോ. ചെങ്ങഞ്ഞ് റോട്ട് കൊടുക്ക ഇറക്കോ പേടിയതാ ഫിസോ മുണ്ടി ചണ്ടി നടക്കടാ വരിക്ക്. ഗൈസ്, ഇതാണ് നമ്മളെ ചെക്കന്മാരുണ്ടാക്കിയ ഷെഡ്. സിനിമ കാണിച്ചെടുത്താ അല്ലോ ആരാ വരുന്നത്? മാഷല്ലാ, അക്കു വരുന്നു. അക്കോ നോമ്പുണ്ടോ? ഇല്ല. ശിവു ഇറാനി കത്തെന്ന് പറഞ്ഞ ഏത് ഇറാനി ചായയാണ് കത്തെന്ന് പറഞ്ഞേ? എന്താണ് ജി പറഞ്ഞ കത്തെന്ന് പറഞ്ഞേ? രാജാവ് മന്ദിരം വെച്ച് രാജാവ് മന്ത്രിയോടോ? ഇറാനത്തെ രാജാവ് 8 അടി വിട്ടൊക്കെ നല്ലത്. ഗൈസ്, ഓൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്താ കേട്ടോ. ഇത് ആരെ വീഡിയോയിലാ കണ്ടേ? ഏത് വീഡിയോയിലാ കണ്ടേ? യൂട്യൂബിലാ കണ്ടേ? ആ, ഓരോരോ തള്ളും കേട്ട് വരും. എന്നാലേ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കൊടുത്താ. മോദിയും ഇസ്രായേലത്തെ അന്തിയും കൂടിയാണ് കൊന്നു. ആരെ? കബറിയനെ. അയാളെ പേരേതാ? ഓക്കെ 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 മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ചിക്കൻ പറഞ്ഞ സത്യാവസ്ഥയാണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വാർത്ത ഒന്നും കേൾക്കാറില്ല. വാർത്ത കേൾക്കണേ. കേട്ടതിപ്പോൾ നല്ല മനസ്സിലായിട്ടുണ്ട്. പോവാ, ഒരു വർത്താനം പറയണില്ല. എന്നാ നമ്മളെ അക്കുന് കൊടുക്കാൻ മൈക്കാം. അക്കുന് മൈക്ക് തന്നിട്ടുണ്ട്. ആ വടായി. സോ ഗൈസ്, നമ്മൾ ഗ്രൗണ്ടിലോട്ട് പോവാണ്. കുറെ കാലത്തിന് ശേഷം നമ്മൾ ഗ്രൗണ്ട് കാണാൻ വേണ്ടി പോണത്. ക്യാമറമാൻ മുഹമ്മദ് ഷമീം എന്നറിയപ്പെടുന്ന ആരാ? സിബൂട്ടനാണ് നമ്മുടെ ക്യാമറമാൻ. കുട്ടനാണ് മട്ടൻ. അതെ, സിബൂട്ടൻ കുട്ടനാണ്, മട്ടനല്ല. നേരെ തിരിഞ്ഞി കുഴപ്പമില്ല. പ്രൊഫഷണൽ ക്യാമറമാൻ്റെ മാതിരി. അല്ലാ, ഇതില് ഭയങ്കര ചോറട്ടോ, ഒച്ചപ്പാടും പാടും. നമ്മള് ഗ്രൗണ്ടിലോട്ടാണ് ഇങ്ങനെ പോണത്. യാത്രകൾ നല്ല മനോഹരമാണ്, കാഴ്ചകളും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ക്യാമറമാൻ ഷിബുകൂട്ടനാണ്. വായിച്ചിട്ടുണ്ടോ എനിക്ക്? ഇല്ല. എന്താ വായിച്ചാത്തേ? ഒമ്പത് ജില്ലേജ് ആണോ പറ്റും? സുബൈക്കണ്ടില്ലല്ലേ? ഓക്കെ, മണിക്കുട്ടി, നീ എന്റെ മണിക്കുട്ടി. പ്രൊഫഷണൽ ക്യാമറമാനെ മാതിരി. ഇത് ഏതാടാ? നമ്മളെ ഷിബുട്ടിനെ പറ്റി ഞാൻ നിനക്ക് എന്താ പറയാറില്ലേ? ഒന്ന് പറഞ്ഞു കൊടുത്താ. ഷിബുവിനെ എങ്ങനെ പരിചയപ്പെട്ടെ? ഒന്ന് പറഞ്ഞു കൊടുത്താ. ആരെനിക്ക് പരിചയപ്പെടുത്തി തന്നെ? എങ്ങനെ പരിചയപ്പെട്ടെ? വന്നിട്ട് ഇപ്പൊ 4-5 മാസമാവണുള്ളൂ. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഓ, ഇത് മുട്ടേന്ന് വരുമ്പോ മനസ്സിലായത്. ഒന്ന് തല്ലാൻ വരും. വെറുതെ മദർസന്നോ? അല്ല, എങ്ങനെ അക്കു പറഞ്ഞെടുത്താ? പറഞ്ഞു കൊടുക്കടാ. എങ്ങനെയാണ് ഷീബൂട്ടിന് മനസ്സിൽ കിട്ടും? അക്കു പറഞ്ഞു കൊടുക്കടാ. അല്ല, എന്റെ മോന്തമൊക്കെ എന്റെ മോന്തലാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കാം. ലൈക്ക് ബട്ടൺ ഇതാക്കുകയാണെങ്കിൽ ബെൽ ബട്ടൺ ഇതാക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ വരും. വരും. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ആകെ 2-3 ആൾക്കാരെ കാണുള്ളൂ, അത് വേറെ വിഷയം. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷെ ക്യാമറമാൻ നല്ല എഫേർട്ട് എടുത്ത് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ആ വ്ളോഗിൻ്റെ ഒരു രസം. അല്ല സോനു? പറഞ്ഞു കൊടുക്കുന്നേ. പിന്നെ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ആകെ കാട് പിടിച്ചെടുക്കണം. ക്യാമറമാൻ വിസിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. കാട് പിടിച്ച് കിടക്കുകയാണ്. പണ്ടൊക്കെ എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാകും. അങ്ങനെയല്ലേ ഇപ്പോൾ?
ഓ ചെതൽ പിടിച്ചാണ്ട് 2 മാസം കയ്യില കളിച്ചിട്ട് ചമ്മലോണ്ട് ചമ്മല ഇതൊക്കെ സ്വന്തം കാരണൂല് ഇവിടെ 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 സ്വന്തം കാരണൂല് കുത്തിപ്പണിഞ്ഞുണ്ടാക്കിയ സ്റ്റെപ്പാണിത്. ഞാനും എൻ്റെ കാരണൂലൊക്കെ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഗ്രൗണ്ട് എന്താ അറിയാം. ആ നിങ്ങളുണ്ടായില്ലേ. പോസ്റ്റും കാലൊക്കെ ആകെ ചെതൽ പിടിച്ചിക്കണ്. ഇപ്പൊ രണ്ടുള്ളൂ. ഇവരൊക്കെ ചെറിയ കുട്ടികളാണ് അല്ലേ സോനു? ഞാൻ 7ലാണ്. പറങ്കൂച്ചി മരത്തുമ്മ പറങ്കൂച്ചി ഉണ്ടാവുന്നുണ്ട്, പുക ഇടുന്നുണ്ട്, എല്ലാം കൊണ്ട് ഉഷാറാണ്. നോമ്പ് മാങ്ങ ഉണ്ടല്ലേ. പിന്നെ എന്തോടെ മാങ്ങ അടാ. ഇപ്പം ഇപ്രാവശ്യം നിങ്ങള് ശ്രദ്ധിച്ചെന്ന് അറിയില്ല, എല്ലാ മൂച്ചിമ്മലും പറങ്കൂച്ചിമ്മലും ഒക്കെ നല്ലോണം പുകിട്ടിക്കണ്. കഴിഞ്ഞ കൊല്ലം ആ ഒരു ഇതില്ലേ, ഈ കഴിഞ്ഞ കൊല്ലം ഈ മൂച്ചിമ്മലൊന്നും ഉണ്ടായിനി, പക്ഷെ കാണാൻ മാത്രല്ല. അന്ന് ഞാൻ പിന്നെ വേറെ രാജ്യത്ത് പോയിക്കേനി. നമുക്ക് ഈ അണ്ടി വിറ്റ് കായ് ഉണ്ടാക്കിയാലോ, പന്തങ്ങിയാലോ, അങ്ങനെ ഉണ്ടാവും. ഇതൊരു വ്ളോഗാണ്. നോമ്പുണ്ടോ? സത്യം പറഞ്ഞോ, സത്യം പറഞ്ഞ എനിക്ക് നോമ്പുണ്ടോ? സത്യം പറഞ്ഞ അറിയാതെ എനിക്ക് ഓർമ്മല്ലേ. എങ്ങനെ സംഭവം എന്താ പറയടാ. ആര് ഇതിട്ട് റീനൊന്ന് വേണ്ടിട്ടോ പറയടാക്കോ. അല്ലോ വെറുതെ എന്തോന്നടേ കുറ്റി പെൻസിലിന്റെ ചാക്ക് ഇങ്ങോട്ട് വാ. കുറ്റി പെൻസിലിന്റെ ചാക്ക്. ആ ചാക്കല്ല, ആ ചാക്ക് അതല്ല അവിടെ അതൊക്കെ ഇത് ഗൈസ്. ഈ നട്ട് വെയിലത്ത് ഞങ്ങൾ വന്നത് വെറുതെ ഒരു വ്ളോഗ് എടുക്കാനാണ്. അത് നിങ്ങൾക്ക് ഈ വ്ളോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നിട്ട് പിന്നെ ഡ്രസ്സാണ് മാറും. അതല്ല അതല്ല 5ാം ക്ലാസ്സിലെത്തിയിട്ടും ബുദ്ധി വരേണ്ട സാധനം വന്നിട്ടില്ലല്ലോ ഇതില്ലേ. എന്റെ മുടി ആരെ വെട്ടി തന്നേ? ഒറ്റക്കോ? ഇത് നൈസായിട്ടോ ഹെയർ കട്ട്. ഏടാ ഗൈസ്, നിങ്ങളെ മെൻഷൻ ചെയ്യാ ഇതേപോലെ ഇതേപോലെ പെരേന്ന് ഹോം വീട്ടിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് വെട്ടി തരും. വെട്ടി എടുക്കോ? എന്നാ 5 റുപ്യ അക്കുവിനെ ബന്ധപ്പെടുക. ഇതേപോലെ നല്ല ഹെയർ കട്ട്. നമ്പർ ഒന്നും പബ്ലിഷ് ചെയ്യില്ല പൊട്ടാ, അടിച്ചു പോവും. അല്ല എന്നാലും അക്കോ ഇവിടെ വാ. അപ്പം ഇത് കണ്ടില്ല നിങ്ങൾ, ഹെയർ കട്ടിങ് ഇതുപോലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഒരാളെങ്കിലും. വീട്ടിൽ നിന്ന് തന്നെ ബാർബർ ഷോപ്പ് പോവാതെ ഹെയർ കട്ടൊക്കെ ചെയ്ത് ഉഷാറായിട്ട് ഇവിടെയൊക്കെ വെട്ടുന്ന ആൾക്കാർ. അപ്പം മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഞാനും അതേപോലെ വെട്ടല്. ഇപ്പം ഞാൻ വെട്ടല്ലേ മുടി, താടി മീശൊക്കെ വളർത്തി കഥ ഉള്ളാക്കിയല്ലേ. ഏതാണോ? അതല്ല, അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കും അതുപോലെ ഡയറക്ടർക്കും മാത്രം മനസ്സിലാവുന്ന ഒരു ടോക്കാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ആ സ്ക്രിപ്റ്റ് എല്ലാവരും മനസ്സിൽ നിന്ന് വായിച്ച് കളയുക. ഓക്കെ, ഇപ്പം നമ്മളിവിടെ പറയാൻ പോണത് ഇതിൻ്റെ ഒരു സ്റ്റോറി. അതായത് ചെറുമട്ടത്തിൽ ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യം ആ ഷെഡ് നിന്നെ സ്ഥലങ്ങൾ കണ്ടില്ലേ, ആ ഷെഡിൽ നിന്ന് സ്ഥലത്ത് തന്നെ നമ്മൾ ആദ്യത്തെ ഗ്രൗണ്ട് വന്നിരുന്നത്. പിന്നെ അവിടെ സ്ഥല സൗകര്യം കാര്യങ്ങളായപ്പം സ്ഥലം പരിമിതമായപ്പോഴേ, അതായത് ആൾക്കാർ കളിക്കാൻ കുട്ടികളൊക്കെ ഫുള്ളെല്ലാവരും വന്നപ്പം അന്ന് നമ്മളെ ചെങ്ങന്മാരെ കുറേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാരനോലി, അന്ത്രോനി, അങ്ങനെ ഒരുപാട് ഉണ്ടായിന്. ഇപ്പോൾ ആരുമില്ല, കളിച്ചിലില്ല, അത് വേറെ വിഷയം. അന്നൊക്കെ കെട്ടുന്നതും കാര്യങ്ങളൊക്കെ ഇനി. അപ്പം വലിയ പന്തക്കാർക്ക് നല്ല ഉഷാറായിട്ട് കളിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് വീട് കിട്ടിയത്. വീട് കിട്ടിയപ്പം പേര് അവിടെ മറ്റേ കളിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്ന് അതിൽ ഞങ്ങളിങ്ങനെ ഗ്രൗണ്ട് തപ്പി വന്നപ്പം ഇവിടെ കല്ലെട്ടിക്കോറിയേനി. ഇത് കണ്ടില്ല, മൊത്തം കല്ല് വെട്ടിയ മാതിരി കാണുന്നുണ്ടല്ലേ, ഇത് മൊത്തം കല്ലെട്ടിക്കോറിയേനി. അപ്പം ഈ കല്ലെട്ടിക്കോറി ഞങ്ങൾ വന്ന ടൈമിൽ ഫുള്ള് വിര വിട്ടുകൊണ്ടല്ലേ കല്ലാളേനി. അപ്പം ഞങ്ങൾ
2-3 ബൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കളിച്ച് പോസ്റ്റൊക്കെ കുത്തി ഉഷാറാക്കി. അന്നൊക്കെ ഫുള്ള് ഇവിടെയൊക്കെ ഒരു കുണ്ടേനി, ഉണ്ട മാതിരിയേനി. ഇതൊക്കെ കാനലിൽ കളച്ച് ഇവിടെ കണ്ടില്ല ഈ മരം കണ്ടില്ല, ഇതൊക്കെ വലിയൊരു മുട്ടിക്കണ്ടേനി. സെമ്മേ ഇത് വലിയ മുട്ടിക്കണ്ടേനി. അത്രക്ക് വേണ്ട എന്നിട്ട് മുട്ടിക്കണ്ട. എന്നിട്ട് ഞങ്ങൾ തീയൊക്കെ കത്തിച്ച് സെറ്റപ്പാക്കി ഇവിടെ ഫുള്ള് വേലിയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്ത് അന്ന്. ഇപ്പം ഒരു തേങ്ങയില്ല, ആകെ കളിച്ചലും ഇല്ല, കളിച്ചാൻ ആൾക്കാരും ഇല്ല, കളിച്ചാൻ വരലുമില്ല. പിന്നെ ഈ ഒരു ഏരിയ അത് വേറൊരു ബസ്സേനി. ഈ ഒരു ഏരിയയിൽ ഇത് ഫുള്ള് മുള്ളൻകായാണ്, ചുള്ളിക്കെന്ന് പറയും. ചിലവർ ചുള്ളിക്കെന്ന് പറയും, ചിലവർ മുള്ളൻകായ് എന്നൊക്കെ പറയും. ആ ഒരു എന്തേ ഇതൊന്നും ഉണ്ടാന്നു ആടല്ലോ. ഇവന് ഞാൻ ചിരലെടുത്ത് എറിയും, നോമ്പാടെ നോക്കല് ഞാന്. എന്താടാ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇത് രണ്ടും കീരിയും പാമ്പുമാണ്, എപ്പോൾ കണ്ടാലും തല്ലോടും. ഇതും ഈ സാധനവും, ഇത് രണ്ടും. പിന്നെ വേറെ ഇട്ടുണ്ട്, നോമ്പറക്കാൻ എല്ലാവരും പള്ളിക്കലായിരം. പള്ളിക്ക് നിസ്കാരം തുറവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബെല്ലണ്ടാളും കാണാണ്ടാവില്ല. ബെല്ലണ്ടാളും നേരെ പൈസയും കൊണ്ട് നേരെ അങ്ങാടിക്കാണ് പോകും. എന്നിട്ട് അങ്ങാടി നിന്നിട്ട് മുട്ടായി വാങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോരും. എന്ത് ടീം അറിയോ. ഇപ്പം നല്ല ശത്രുതയായിരുന്നു, ചില ടൈമിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഇതേപോലെ ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടോ, അതും മെൻഷൻ ചെയ്യാൻ മറക്കണ്ട, ഒക്കെ മെൻഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് ഈ മുള്ളൻകായിൻ്റെ മരം. ഇത് ഫുള്ളും മുള്ളൻകായിൻ്റെ മരം, ചുള്ളിക്ക അതിന് ചിലവർ പറയും. ഇതും അതേപോലെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് മൊത്തം ഇത് വലിയൊരു ഏരിയയാണ്. ഈ ഒരു ഏരിയയിലും അധികം ചുള്ളിക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫോറസ്റ്റ് ഉണ്ട്. എടാ ഇതെന്താടാ, ഇത് നെല്ലിക്കല്ലടാ, ഇത് മറ്റേ കൈയാണിത്. ഇത് കാണാത്ത കയ്യാ. ഗൂഗിൾ ചെയ്തൊരു കാര്യം. എൻ്റെ ഇതിൽ ഐഫോൺ അല്ല, ജിമ്മി അല്ല. ഗൈസ് ഈ കായിൻ്റെ പേര് അറിയണമല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതെന്താ സാധനം എന്ന് അറിയില്ല. നല്ല ഇത് അടിയിലുണ്ട്, അവിടെ വിശക്കായി ആണെന്നുള്ള വേലം അതറിയില്ല കേട്ടോ. സംഗതി ടേസ്റ്റ് ചെയ്ത് നോക്കിയാ നോമ്പാണെന്നൊരു ബോധമല്ലത്തിന്. ഞങ്ങളെന്നാലേ എടാ പൂമോൻ്റെ പൂട്ട് ഓർമ്മകൾ അയ്യേ ഇതിൽ പോയാണ്ട് നമ്മളെടുക്കും. ഒരു ജോഡിയും കൂടി ആണല്ലോ പന്താക്കണ അതിന്റെ ഇടയില്. പന്ത് അതിന്റെ ഇടയില് ഇതോ ഗായ്സ് ഞങ്ങൾ പണ്ട് ഉപയോഗിച്ചിട്ട് പന്താ. അയ്യോ ഈ കെട്ടെന്ന് കഴിച്ചാൽ ഭയങ്കര സിമ്പിൾ ഗതിയാണല്ലോ. കുളിയുറുമ്പ് തേങ്ങ തന്നെ ചവിട്ടിക്കൊല്ലിഞ്ഞ. അയ്യോ നല്ലൊരു ബൂട്ട്, ഇത് പൂമാരുടെ ബൂട്ടാണ്. ഇതിനൊരു മറ്റേ ജോഡി കേടുന്നാണ്. ഇത് ആർക്കും തരില്ലടാ, അതിന്റെ കാനുവല ഷൂവാ അല്ല ബൂട്ടാ. ഞാൻ സോക്കീസ് കൊണ്ടു വെക്കടാ. ഗൈസ് എൻ്റെ കാനുവല് പ്രത്യേക സാഹചര്യത്താൽ നാട് വിട്ടു പോയിട്ടുണ്ട്. അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അന്ന് ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല, അന്ന് ഞാൻ ഫോൺ എടുത്തിട്ടില്ല, അതുകൊണ്ടായിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയത്. സോ ഗൈസ് ഓനങ്ങനെ നാട് വിട്ടു പോയിട്ടുണ്ട്. അവിടെയാണ് യുദ്ധം നടക്കുന്നത്, പെരുയുദ്ധം. ഓനൊക്കെ വിളിച്ചിട്ട് 2-3 ദിവസമായി, എന്താ അറിയില്ല. അപ്പം ഞാൻ അടുത്ത മന്ത്രി സത്യം വരാണെങ്കിലേ കൊയങ്ങി. എന്താ വെച്ചാൽ നോമ്പ് ആയതുകൊണ്ട് നല്ല തൊള്ളവടായി വരാൻ കഴിയില്ല. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വരിക, നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. എന്നിട്ട് വരിക്കോ.